നമ്മുടെ ഗ്രൂപ്പിലൊരു 500+ റൈഡേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ റൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 17 വർഷമായി. ഏത് യാത്രക്കാർക്കും കാണുന്നതിന് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3200 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നു നിൽക്കുന്നത്. സ്ഥലം എന്തെന്ന് ഞാൻ ക്ലൂ തരാം. ഇവിടെ ഇല വീഴാത്ത ഒരു ചിറയുണ്ട്. ഈ സ്ഥലത്തിന് ഇലവീഴ പൂച്ചിറ എന്ന് പറയുന്നു. ഞാൻ പറയാമെന്ന് മറ്റൊന്നുമല്ല, ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള കുറേയധികം മോട്ടോർ സൈക്കിളുകൾ ഇരിപ്പുണ്ട്. ഇതെന്താണെന്ന് നമ്മുടെ യാത്രയിൽ വന്ന സമയത്ത് നമ്മളൊന്ന് അന്വേഷിക്കുകയാണ്. കുറേയധികം മോട്ടോർ സൈക്കിള് നല്ല സ്റ്റൈലായിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. അതിൻ്റെ ആളുകളെയൊക്കെ പരിസരത്തൊക്കെ ഉണ്ട്, അവർ വിശ്രമിക്കുവാണ്. ഈ പ്രദേശത്ത് ട്രെക്കിങ്ങിന് അനുയോജ്യമായ നിരവധി പാതകൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മോട്ടോർ സൈക്കിളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ മലമുകളിലെ കാഴ്ച വളരെ മനോഹരമാണ്. മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. ഇവിടെ നിന്നാൽ നമുക്ക് സൂര്യോദയവും സൂര്യ അസ്തമയവും കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇങ്ങനെ ഇത്രയും വാഹനങ്ങൾ വന്നിരിക്കുന്നത് എന്താണെന്ന്? മോട്ടോർ സൈക്കിളിൻ്റെ അടുത്ത് ഒരാൾ എത്തിയിട്ടുണ്ട്. ഈ ആളോട് തന്നെ ഒന്ന് ചോദിക്കാം, പരിചയപ്പെടാം ഇതിനെക്കുറിച്ച്. ഓക്കെ, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങള് ഇപ്പം കുറച്ച് ടീം ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. ബാക്കി ഞാന് കോട്ടയം. നിങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ ഉള്ള ആളാണ്? വേറെ റൈഡിങ് ടീമുകളാണ്. ഈ വാഹനം എല്ലാം കൂടെ ഒരുമിച്ച് ഇരുന്നുകൊണ്ട് ചോദിച്ചാൽ കേട്ടോ. അത് നിങ്ങളെല്ലാം കൂടെ എവിടുന്നാ വരുന്നത്? ചാലക്കുടിയിൽ നിന്ന്. നിങ്ങൾ ബൈക്ക് റൈഡേഴ്സ് ആണോ? നിങ്ങൾ ഏതാ ഇതിൽ കാണുന്ന പേര് തന്നെയാണോ? അതെ. നിങ്ങൾ എത്ര പേരുണ്ട് അംഗങ്ങള്? നമ്മുടെ ഗ്രൂപ്പിൽ 500+ ഉണ്ട്. ഇപ്പം ഇനി എങ്ങോട്ടാ പോകുന്നത്? വാഗമൺ. ഓ ശരി. അപ്പോൾ ഞങ്ങൾ മൂലമറ്റത്ത് വെച്ച് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ സൈക്കിൾ ടീമുകൾ കോട്ടയത്ത് നിന്ന് തേക്കടിക്കാണ് പോകുന്നുണ്ട്. 250 സൈക്കിൾ ടീമുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കണ്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മൾ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ചാനലിന് വേണ്ടി ജോട്ടക് ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രദേശങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ടും വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് വാഹനങ്ങളിലുള്ള മോഡിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സുകൾ നിങ്ങൾക്ക് ദിവസങ്ങൾ ലഗേജ് ബോക്സാ? ഇല്ല, എല്ലാം RTO അംഗീകരിച്ചിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിടിക്കൂല. ഓ ശരി. ഓക്കെ. അപ്പം 1-2 ദിവസം രജിസ്ട്രേഷൻ പോലും ആയിട്ടില്ല. ഇതെല്ലാം തന്നെ അങ്ങനെ നിങ്ങൾ വേണ്ടി വന്നാൽ ഒരാഴ്ച വരെ താമസിക്കത്തക്ക രീതിയിലുള്ള എല്ലാ സാധനങ്ങളും സാമഗ്രികളുമായിട്ടാണ് നിങ്ങൾ പോകുന്നത് അല്ലേ? ഓ ശരി. ഇതെല്ലാം തന്നെ ബുള്ളറ്റ്, പിന്നെ ഏതൊക്കെ വാഹനങ്ങളാണ് ഓടുന്നത്? എല്ലാ ഓ ശരി. ഓ നിങ്ങൾ നിലവിൽ ഇപ്പോൾ എത്ര വാഹനങ്ങൾ അവിടെ വന്നിരിക്കുന്നത്? അടുത്ത് വാഹനങ്ങൾ കയറി വന്നിട്ടുണ്ട്. ഓ ശരി. എങ്ങനെ? താഴെയുണ്ട്. നിങ്ങളെല്ലാവരും വ്യത്യസ്ത ജോലിക്കാരൊക്കെയാണോ? നിങ്ങളെല്ലാം കൂടെ ഈ ഒരു ദിവസം ഒത്തുകൂടിക്കൊണ്ട് ഇങ്ങനെ ട്രിപ്പ് റൈഡുണ്ട് ഓരോരോ സ്ഥലങ്ങളിലേക്ക്. മറ്റേ സൈക്കിളുകാരോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ ടൂറായിട്ടാണ് അവർ പോകുന്നത്. അതുപോലെ നിങ്ങൾ ടൂറായിട്ട് പോകുന്നു. മാഡത്തിൻ്റെ പേരെന്നാ പറയും? ജോയ്സ്. നമുക്ക് ഒത്തിരി ഇത് കാണാനുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ റൈഡ് ചെയ്തതായിട്ട്. പേരെന്നാ പറയും? ജോയ്സ്. എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. അപ്പോൾ ഈ റൈഡിങ് ആണ് ഹോബി. അപ്പോൾ അതിൻ്റെതായിട്ട് നമുക്ക് ഒരു 6ഓളം ചിഹ്നങ്ങൾ നമുക്ക് കാണാം. എന്താ പറയുന്നത്? ഇത് എന്തിനു കിട്ടുന്നത്? ഇത് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ഓരോ ഗ്രൂപ്പുകാർ നമുക്ക് തരുന്നതാണ്. ഞാൻ ഇവരുടെ ക്യാപ്റ്റനാണ്. ഓക്കെ താങ്ക്സ്. ഓക്കെ. അപ്പോൾ നമ്മളിതിപ്പോൾ പരിചയപ്പെട്ടത് വൻപിച്ചൊരു ബുള്ളറ്റ് റൈഡേഴ്സിനെയാണ് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ആൾക്കാരൊക്കെയാണ് പരിസരത്ത് നിൽക്കുന്നത്. വാഹനങ്ങളൊക്കെ ഉണ്ട്, കുറേ വാഹനങ്ങൾ താഴെയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ കാണുന്ന ഗ്രൂപ്പ്. അതിൻ്റെ സിമ്പിളാണ് നമ്മളത് കാണുന്നത്. നമ്മുടെ ഈ ഒരു റൈഡ് ഇതിൻ്റെ പ്രത്യേകത എന്താണത്? എത്ര വർഷമായി? ഞാനിപ്പോൾ റൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 17 വർഷമായി. റൈഡ് കോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊരു 500+
റൈഡേഴ്സ് ഉണ്ട്. നമ്മളെല്ലാ മാസവും ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് റൈഡ് ഓരോ സ്ഥലങ്ങളിലേക്ക്, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് സ്റ്റേ റൈഡും വൺ ഡേ റൈഡും അങ്ങനെ പ്ലാൻ ചെയ്ത് പോകാറുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ വാഗമണിലേക്കാണ്. ഇപ്പോൾ ഇലവീഴ പൂഞ്ചിറ വന്ന് നിൽക്കുന്നു. അടുത്ത ഇല്ലിക്കൽ കല്ല്, അത് കഴിഞ്ഞിട്ട് വാഗമൺ. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും, നാളെ വാഗമൺ ഫുള്ള് കണ്ട് തിരിച്ചു പോകും. അപ്പോൾ യാത്ര വളരെ ഇഷ്ടമാണ്. അതുകൂടാണ്ട് 2 വീലർ യാത്ര അതിനേക്കാളും കൂടുതൽ ഇഷ്ടമാണ്. അടുത്ത മെയ് 1 തുടങ്ങി ജൂൺ 5 വരെ ലഡാക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ 3ാമത്തെ ലഡാക്ക് ട്രിപ്പ്. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ പരിചയപ്പെട്ടത് കണ്ടോ, നമ്മൾ പരിചയപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന വാഹനങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ ഒരു വലിയൊരു ടീമാണ്. ഇത് വയർലെസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് ഇത്രയും കാണുന്ന വാഹനങ്ങൾ, ഇതിൽ 40ഓളം വാഹനങ്ങളുണ്ട്. കുറേ വാഹനങ്ങളൊക്കെ അങ്ങ് താഴെ ഇരിക്കുകയാണ്. അതിൽപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളാണ് ഈ കാണുന്നതൊക്കെ. ഇവരെല്ലാം കൂടെ കൂടി വൻപിച്ചൊരു ടൂർ പ്രോഗ്രാം നമ്മുടെ കേരളത്തിൽ നമ്മുടെ കാണാത്ത ഇലവിഴ പൂഞ്ചിറയിൽ എത്തിയിരിക്കുവാണ്. അതുകൂടാണ്ട് ഇനി വാഗമണിനാണ് ഇവർ പോകുന്നത്. ഇനി കുറച്ച് ആളുകൾ താഴെയുണ്ട്. അതിൽ പങ്കെടുക്കുന്ന കുറേ അധികം ആൾക്കാർ നമ്മുടെ ഓഫ് റോഡ് വഴിക്ക് കയറി വന്നിരിക്കുകയാണത്. അപ്പോൾ വന്നിരിക്കുന്ന വാഹനങ്ങളാണ് നമ്മൾ കുറച്ചധികം കാണിക്കുന്നത്. അതിൽപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ മനോഹരമായ ഈ ഒരു യാത്രയിൽ ഇവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ജോട്ടക്കി ജോൺസൺ യൂട്യൂബ് ചാനലിന് വേണ്ടി. ഓക്കെ, താങ്ക് യു.